ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് അസാധാരണ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് സൂത്രവാക്യം സിനിമയിലെ സഹനടനായ സുഭാഷ് പോണോളി. ലഹരി ഉപയോഗിച്ചതിന് സമാനമായ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു കണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കാരവാനിലേക്ക് ഓടിക്കയറുക, കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറുക, കെട്ടിടത്തിൽ നിന്ന് ചാടുക തുടങ്ങിയ അസാധാരണ പെരുമാറ്റങ്ങളാണ് ഉണ്ടായത് എന്നും സുഭാഷ് പോണോളി പറയും. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം എത്തിയ അന്ന് മുതൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന അതേപോലെയാണ് ഈ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഓടുക, ചാടുക, ചാടിക്കയറുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ചാടുക, അവിടെ നിന്ന് ചാടുക, ഇങ്ങനെ ഓടി ചാടി. നമ്മൾ സാധാരണ ഇപ്പോൾ ഓരോ നടന്മാരും അഭിനയിക്കുന്നതും അവർ വന്നിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരൊക്കെ വളരെ ഇതായിട്ട് അവരുടെ കസേരയിലിരിക്കുന്നു, സീൻ പറയുന്നു, അവർ പോയി അതെടുക്കുന്നു. ഇങ്ങനെ ഇത് കഴിയുമ്പോഴേക്കും ഒരു 100 മീറ്റർ അപ്പുറത്ത് കിടക്കുന്ന കാരവാനിലേക്ക് സാധാരണ നടന്നു പോകുന്നതിന് പോലെ ഒരു ഒറ്റ ഓട്ടം ഓടും. അയാളുടെ കൂടെയുള്ള ഗൺമാനും മറ്റേ അയാളുടെ സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ടുള്ളവരൊക്കെ അതിൻ്റെ പിന്നാലെ ഓടും. ഇത് തന്നെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഈ സെറ്റിൽ. അത് വളരെ അസ്വാഭാവികമായിട്ട് സാധാരണ നോർമലായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ അസ്വാഭാവികമായിട്ട് തന്നെ വിലയിരുത്തിയായിരുന്നത്. അങ്ങനെ വിൽസി അവിടെ ഷൂട്ടിന് വന്ന് 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കുറച്ച് ദിവസം ആ കുട്ടി ഷൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ആ സമയങ്ങളിൽ ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് അവിടെ ആൾക്കാർ ടെക്നീഷ്യന്മാരൊക്കെ പറഞ്ഞ് കേട്ടത്. ഈ കുട്ടിയുടെ അടുത്ത് മോശമായിട്ട് അയാളെന്തോ പറഞ്ഞു, ഇൻറ്റേർണൽ കംപ്ലൈൻറ്റിൽ പരാതി കൊടുത്തു ഡയറക്ടറും മറ്റുള്ള അതിൻ്റെ ഉള്ളിലെ സിനിമയുടെ ഉള്ളിലത്തെ തന്നെ ആൾക്കാർ അത് സംസാരിച്ച് തീർത്താണ് ഈ കുട്ടി. അതിനുശേഷമാണ് ഷൂട്ടിങ്ങിന് തയ്യാറായത് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് നേരിട്ട് അറിയുന്നൊരു കാര്യമില്ല, നമ്മൾ പുതിയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. വിൻസി വളരെ മൂഡ് ഓഫ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. വളരെ വളരെ ചാനലുകളിലൊക്കെ വളരെ സ്മാർട്ടായിട്ട് നിൽക്കുന്ന വിൻസിനെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ അവരെ കാണുമ്പോൾ അവർ വളരെ മൂഡ് ഓഫ് ആയിട്ടാണ് ആ ദിവസങ്ങളിൽ ഉണ്ടായത്. അഭിനയിക്കുന്ന സമയത്ത് അഭിനയിച്ചു, അവരുടെ ഹെൽപ്പർ സഹായിയുടെ കൂടെ അവർ കാരവാനിൽ പോവുക, വന്ന് അഭിനയിക്കുക, അത്രമാത്രം ഉണ്ടായിട്ടുള്ളൂ.